മീഡിയ മിഷൻ അവതരിപ്പിക്കുന്ന ബൈബിൾ ക്ലാസ്. യേശുക്രിസ്തു ശുഭ്രമായ ഉദയനക്ഷത്രം. ജീസസ് ക്രൈസ്റ്റ്, the bright morning star. ക്ലാസുകൾ നയിക്കുന്നത് പാസ്റ്റർ വി പി ഫിലിപ്പ്, പാസ്റ്റർ IPC കുവൈറ്റ്. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6 മണിക്ക് പ്രാർത്ഥനാപൂർവ്വം വചനം ശ്രദ്ധിക്കാം. യേശുക്രിസ്തുവിൽ ഏറ്റവും പ്രിയരെ, മീഡിയ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന യേശുക്രിസ്തു ശുഭ്രമായ ഉദയ നക്ഷത്രം എന്ന വേദപുസ്തക ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ജീസസ് ക്രൈസ്റ്റ്, ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ. എക്കാലത്തും നമുക്ക് നോക്കുവാൻ ശുഭ്രമായ ഒരു ഉദയ നക്ഷത്രം നമുക്കുണ്ട്. അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. നമുക്ക് രക്ഷ നേടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച, യാഗമായി തീർന്ന, അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്ത് എഴുന്നേറ്റ, ഇപ്പോൾ ഉയരത്തിൽ പിതാവാം ദൈവത്തിന്റെ മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുന്ന, നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ധ്യാനിച്ച 2-ാം സങ്കീർത്തനം, അതിന്റെ 12-ാം വാക്യം, അതിലെ ധന്യമായ ചിന്തകൾ നാം ഇന്നും തുടരുകയാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ എന്നുള്ള വളരെ മനോഹരമായ വചനങ്ങൾ നാം കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുവല്ലോ. അപകടങ്ങൾ നിറഞ്ഞ, ദുഷ്കാലമായ, വളരെ വക്രതകൾ നിറഞ്ഞ കോട്ടമുള്ള തലമുറയിൽ, ഈ ജീവിതയാത്രയിൽ നമുക്ക് ആശ്രയിപ്പാൻ, നമുക്ക് വിശ്വസിക്കുവാൻ, രക്ഷ നേടുവാൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് നാം കണ്ടുകഴിഞ്ഞു. ഈ വഴിയാത്രയിൽ എന്തുകൊണ്ട് നാം യേശുക്രിസ്തുവിനെ ചുംബിക്കണം? അതിനുള്ള മറുപടിയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. നമുക്ക് ഈ ജീവിതയാത്രയുടെ ആരംഭം മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഈ ജീവിതയാത്രയുടെ ആരംഭവും അവസാനവും ഒരുപോലെ അറിയുന്നവൻ യേശുക്രിസ്തുവാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ യേശുവിനെ ചുംബിക്കുവാൻ, ജീവിതയാത്രയിൽ യേശുവിനെ ചുംബിച്ച് രക്ഷ നേടുവാൻ സങ്കീർത്തനക്കാരൻ ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വഴിയാത്രയിൽ അപകടങ്ങൾ ഉണ്ടായാൽ, വഴിയാത്രയിൽ ആരെങ്കിലും നമ്മെ ആക്രമിക്കുവാൻ വന്നാൽ, രക്ഷ നേടുവാൻ ഉള്ള ലോകത്തിന്റെ തത്വം എന്ന് പറയുന്നത് തിരിച്ചു പ്രതികരിക്കുക എന്നുള്ളതാണ്. ഒരക്രമി വന്നാൽ അവനെ കീഴ്പ്പെടുത്തുക, അവനുമായിട്ട് യുദ്ധം ചെയ്യുക, കൂടെ ഉള്ളവരെ കൊണ്ട് ആ അക്രമിയെ ദാരുണമായി കൊലപ്പെടുത്തുക. അടിച്ചും ഇടിച്ചും പ്രതികരിച്ചും വഴിയാത്രയിൽ രക്ഷ നേടാം എന്ന് ലോകത്തിന്റെ തത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയ സ്നേഹിത, ഒരു ചുംബനം കൊണ്ട് രക്ഷ നേടാമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഏറ്റവും മഹത്തായ ഒരു ചുംബനം അതെന്താണ്? നസ്രയനായ യേശുക്രിസ്തുവിനെ ചുംബിക്കുക. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ചുംബിക്കുക. യേശുക്രിസ്തുവിനെ ചുംബിക്കുക എന്നുള്ള ആ പദത്തിന് വളരെ ദീർഘമേറിയ, ആഴമേറിയ അർത്ഥങ്ങളാണ് ഉള്ളത്. ആ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ വാക്യത്തിന്റെ ആ വളരെ പ്രധാനപ്പെട്ട മൂല്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. പുത്രനെ ചുംബിക്കുവാൻ വേണ്ടി ഇവിടെ ആഹ്വാനം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ മുൻപിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. വഴിയാത്രയിൽ നമുക്ക് രക്ഷ നേടുവാൻ നമ്മുടെ ജീവിതത്തെ യേശുക്രിസ്തുവിന്റെ മുൻപിൽ സമർപ്പിക്കുവാൻ വിശുദ്ധ തിരുവെടുത്ത് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതം
യേശു ക്രിസ്തുവിന് മുൻപിൽ സമർപ്പിതമായ ഒരു ജീവിതമാണ്. ദൈവ വചനത്തിന് മുൻപിൽ സമർപ്പിതമായ ഒരു ജീവിതമാണ്. പിതാവാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുൻപിൽ സമർപ്പിതമായ ഒരു ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. യേശു ക്രിസ്തുവിനെ ചുംബിക്കുക, പുത്രനെ ചുംബിക്കുക എന്നതിന്റെ അർത്ഥം പുത്രന് വേണ്ടി അവന്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. സ്നേഹിത, ഈ ജീവിതയാത്രയിൽ രക്ഷ നേടുവാൻ, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുവാൻ, തലമുറകൾ രക്ഷ നേടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ മുൻപിൽ ഈ ജീവിതത്തെ സമർപ്പിക്കുക, പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ മുൻപിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു തന്റെ ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ തന്റെ ശിഷ്യന്മാർ അവരോട് ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ പദപ്രയോഗം നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. സമർപ്പണ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. യേശുവിനെ അനുഗമിക്കുക എന്നാൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളുക, അവൻ പറയുന്നത് പോലെ ജീവിക്കുക, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. അപകടങ്ങൾ നിറഞ്ഞ വഴിയാത്രയിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാൻ പുത്രനെ ചുംബിക്കുക എന്നതിന് അതിന്റെ അർത്ഥം അവന്റെ മുൻപിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം ഉപയോഗിച്ചിട്ടുള്ള അഭിഷിക്തന്മാർ എല്ലാവരും തന്നെ അവന്റെ കരങ്ങളിൽ സമർപ്പിതരായിരുന്നു. സമാധാനമില്ലാതെ തകർന്നുപോയ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ കുഴഞ്ഞു മറിഞ്ഞു പോയവർ അവർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവന് മുൻപിൽ സമർപ്പിച്ചപ്പോൾ അവർ ജീവിതയാത്രയിൽ രക്ഷപ്പെട്ടു. എത്രയോ തകർന്ന കുടുംബങ്ങൾ മദ്യപാനത്തിലൂടെ, പുകവലിയിലൂടെ, ഏറ്റവും മോശമായ പെരുമാറ്റത്തിലൂടെ തകർന്നുപോയ എത്രയോ വ്യക്തിത്വങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവന് മുൻപിൽ സമർപ്പിച്ചപ്പോൾ അവർ ജീവിതയാത്രയിൽ രക്ഷപ്പെട്ടു. അതെ, ഈ വഴിയാത്രയിൽ നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ സമർപ്പിക്കുക. പുത്രനെ ചുംബിക്കുക എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിൽ വരിക എന്നുള്ളതാണ്. നമ്മുടെ ദൈവം വാഴുന്ന ദൈവമാണ്, അധികാരമുള്ള ദൈവമാണ്. അവിടുന്ന് സകലത്തെയും നിർമ്മിച്ച ദൈവമാണ്. ഈ സകല പ്രപഞ്ചത്തെയും തന്റെ ശക്തിയുള്ള വാക്കിൽ വഹിക്കുന്ന, തന്റെ വചനത്തിൽ വഹിക്കുന്ന ദൈവമാണ്. അധികാരമുള്ള ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. കാരണം ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. അവൻ അധികാരമുള്ളവനാണ്. പ്രപഞ്ചത്തിന് മേൽ ദൈവത്തിന് അധികാരമുണ്ട്. ദുഷ്ട ആത്മാക്കളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. രോഗത്തിന്റെ ആധിപത്യ ശക്തികളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. നാം കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതുപോലെ മരണത്തിന്റെ മേൽ ജീവന്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. നമ്മുടെ ദൈവം കർത്താവാണ്, അഥവാ കർത്തൃത്വം നടത്തുന്നവനാണ്. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്, കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. പ്രിയരേ, യേശുക്രിസ്തുവിനെ ചുംബിക്കുക എന്നതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിൽ വരിക എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള അധികാരങ്ങളുണ്ട്. ഒന്ന് പിശാച് ഉപയോഗിക്കുന്ന അധികാരം, രണ്ട് ദൈവത്തിന്റെ പരമ അധികാരം. പിശാച് ചിലരെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കാറുണ്ട്. പാപത്തിലേക്ക്, തെറ്റായ പ്രവണതകളിലേക്ക്, മദ്യപാനത്തിലേക്ക്, തകർന്ന ജീവിതത്തിലേക്ക് പിശാച് നയിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മൾ വിടുവിച്ച് ഉയരത്തിലെ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു. പ്രിയരെ, ആ പുത്രനെ നാം ചുംബിക്കുക എന്ന് പറഞ്ഞാൽ ആ പുത്രന്റെ അധികാരത്തിന് കീഴിൽ വരിക എന്നുള്ളതാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ, ഭൂമിയിലായിരുന്ന കാലഘട്ടങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ യേശുവിന്റെ അടുക്കൽ വന്നു. സാധാരണക്കാർ വന്നു, പ്രമാണിമാർ വന്നു, ഈ ഭൂമിയിൽ അധികാരം ഉള്ളവർ വന്നു. ഈ ഭൂമിയിൽ അധികാരമുള്ളവരും യേശുവിന്റെ അടുക്കൽ വന്ന് അവന് മുമ്പിൽ മുട്ടുമടക്കി. കാരണം ക്രിസ്തു സർവ അധികാരവും ഉള്ളവനാണ്. നമ്മുടെ ജീവിതയാത്രയിൽ രക്ഷ നേടുവാൻ
യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിൽ വരിക. എത്ര ശക്തികൾ നമ്മെ കീഴടക്കുവാൻ ശ്രമിക്കുന്നു, നിരാശ നമ്മെ കീഴടക്കുവാൻ ശ്രമിക്കുന്നു, എത്ര വൈഷമ്യങ്ങൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ നമ്മളെ കീഴടക്കുമ്പോൾ അതിൽ നിന്ന് നമ്മെ രക്ഷ നേടുവാൻ അധികാരമുള്ള യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ഉള്ളവൻ യേശുക്രിസ്തുവാണ്. പ്രിയരെ, ആ യേശുക്രിസ്തുവിനെ ചുംബിക്കുക എന്നതിന് അവന്റെ അധികാരത്തിന് കീഴിൽ വരിക എന്ന് തന്നെയാണ് അർത്ഥം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ചുംബിക്കുക എന്നതിന്റെ മൂന്നാമത്തെ അർത്ഥം ആയുധം ധരിക്കുക, അഥവാ ക്രിസ്തുവിനെ ധരിക്കുക എന്ന അർത്ഥത്തിൽ വേണം നാം മനസ്സിലാക്കുവാൻ. രക്ഷയ്ക്കു വേണ്ടിയാണ് ആയുധം ധരിക്കുന്നത്. യുദ്ധഭൂമിയിൽ വിവിധമായിട്ടുള്ള ആയുധങ്ങൾ പടയാളികൾ ധരിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ജീവിതയാത്രയിൽ നാം ധരിക്കേണ്ട ആയുധം, അത് രക്ഷയുടെ ആയുധമാണ്. അതാണ് ക്രിസ്തു നമുക്ക് നൽകിയത്. അതുകൊണ്ട് നാം ക്രിസ്തുവിനെ ധരിക്കുന്നവർ ആയിരിക്കണം. ക്രിസ്തുവിൽ വസിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ വസിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്കൊരു സംരക്ഷണയാണ്. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്കൊരു രക്ഷയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് താൻ കൂടെ പറയാറുണ്ടായിരുന്നു, ഞാൻ ക്രിസ്തുവിൽ സംസാരിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. എ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഒരു ജയോത്സവമായ ജീവിതം ഞാൻ നയിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുമായിരുന്നു. യേശുവിനെ ധരിക്കുക എന്നതിന്റെ അർത്ഥം യേശുവിന്റെ സാന്നിധ്യത്തിൽ വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് ക്രിസ്തു തന്നിരിക്കുന്ന വചനങ്ങളുണ്ട്. ആ വചനത്തിൽ വിശ്വസിച്ച് ഒരു ജീവിതം നയിക്കുക. നാം കേൾക്കുന്ന ക്രിസ്തുവിന്റെ വചനങ്ങൾ നമുക്കൊരു സംരക്ഷണയാണ്, ശാന്തിയാണ്, സമാധാനമാണ്. നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന എത്രയെത്ര വചനങ്ങൾ, എത്രയെത്ര വാക്കുകൾ, എത്രയെത്ര സന്ദേശങ്ങൾ, മരണത്തിന്റെ സന്ദേശങ്ങൾ. രാവിലെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ മുതൽ, ടെലിവിഷൻ നാം ഓൺ ചെയ്യുമ്പോൾ മുതൽ എത്രയെത്ര നിരാശയുടെ, തകർച്ചയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു, ആക്രമത്തിന്റെ വാക്കുകൾ നാം കേൾക്കുന്നു. എന്നാൽ നാം കേൾക്കേണ്ട ശാന്തിയുടെ, സമാധാനത്തിന്റെ വചനം ക്രിസ്തു യേശു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വചനങ്ങൾ നാം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം സംരക്ഷിക്കപ്പെടുകയാണ്. യേശുവിന്റെ വചനങ്ങൾ നമുക്ക് സംരക്ഷണത്തിന്റെ കവചങ്ങൾ നൽകുകയാണ്. നാം അത് വിശ്വസിക്കുമ്പോൾ, നാം അതിൽ ഉറച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് രക്ഷ നൽകുകയാണ്. വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ ഒരു പുതിയ രക്ഷാമാർഗം ധരിച്ചിരിക്കുകയാണ്. ഇനി ലോകത്തിന് നിങ്ങളെ കീഴടക്കുവാൻ കഴിയത്തില്ല. ദുഷ്ടപിശാചിന് നിങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയത്തില്ല. കാരണം ദുഷ്ടന്റെ സകല ശക്തിയെയും അതിജീവിച്ച യേശു ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിൽ അവൻ നൽകിയിരിക്കുന്ന തേജസ്സിന്റെ വസ്ത്രം നാം ധരിച്ചിരിക്കുകയാണ്. യേശു തന്നിരിക്കുന്ന വചനങ്ങൾ നാം ധരിച്ചിരിക്കുകയാണ്. ഒരു പുതിയ പ്രത്യാശ അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ലോകത്തിന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവിടുന്ന് യേശു നമുക്ക് ദിവ്യ സമാധാനം തന്നിരിക്കുകയാണ്. പ്രിയരെ, പുത്രനെ ചുംബിക്കുക എന്ന പദത്തിന്റെ നാലാമത്തെ അർത്ഥം സ്പർശിക്കപ്പെടുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടുക. എന്താ സ്പർശനത്തിന്റെ പ്രത്യേകത? ആ സ്പർശനത്തിൽ ഒരു പുതിയ ജീവൻ വ്യാപരിക്കും. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവരാരെയൊക്കെ തൊട്ടോ അവരുടെ ജീവിതത്തിൽ ഒരു പുതുമ, ഒരു നന്മ, ഒരു അനുഗ്രഹം അവർ അനുഭവിച്ചു. യേശു തൊട്ടവർ സൗഖ്യമായി. യേശുവിനെ തൊട്ടവർ വിടുവിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ സ്പർശനം രൂപാന്തരത്തിന്റെ സ്പർശനമാണ്. എനിക്കാരുമില്ല, എന്നെ നോക്കുവാൻ, എന്നെ സ്നേഹിക്കുവാൻ, എന്നെ അന്വേഷിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞവരുടെ അടുക്കിലേക്ക് യേശു അടുത്തു ചെന്നു. അവരെ സ്പർശിച്ചു. യേശു അവരെ തൊട്ട് സൗഖ്യമാക്കി. രോഗികളെ കാണുമ്പോൾ ആളുകൾ ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു. എന്നാൽ യേശു അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരെ സ്പർശിച്ചു. യേശു ക്രിസ്തുവിന്റെ സ്പർശനം അവർക്ക് രൂപാന്തരം വരുത്തി എന്ന് നാം വായിക്കുന്നു. സ്നേഹിത, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവിനെ നാം സ്പർശിക്കുമ്പോൾ,
യേശുക്രിസ്തുവിനാൽ നാം സ്പർശിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ സമാധാനം അനുഭവിക്കുകയാണ്. യേശുവിനെ സ്പർശിക്കുക, ജീവിതത്തിൽ ഒരു പുതിയ അനുഗ്രഹം അനുഭവിക്കുക. അവന്റെ സ്വാധീനത്തിന്റെ സ്പർശനം നമ്മുടെ മുറിവുകളെ ഉണക്കുന്നതാണ്. എത്രയെത്ര വാക്കുകൾ കേട്ട് നിങ്ങൾ മുറിവേറ്റിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം വേദനിച്ചിരിക്കുന്നു, നിങ്ങളുടെ മനസ്സ് കണ്ണുനീര് കൊണ്ട് വേദന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ വചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരു പുതിയ സ്പർശനം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. പ്രിയരെ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് കർത്താവിനോട് ഹൃദയം തുറന്ന് പറയുവാൻ കഴിയുമോ? യേശുവേ, നിന്നെ തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ എന്നെ ഒന്ന് തൊടുമാറാകണമേ, നീ എന്റെ അടുക്കിലേക്ക് വരണമേ. ഈ വഴിയാത്രയിൽ എന്നെ സഹായിക്കുവാൻ മറ്റാരുമില്ല, എന്റെ കൈക്ക് പിടിക്കുവാൻ മറ്റാരുമില്ല. പലരും എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതി, പക്ഷേ അവരാരും എന്നെ തേടി വന്നില്ല. സ്നേഹിത, ഈ കഷ്ടതയിൽ നിന്നോട് കൂടെ ഇരിക്കുവാൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. നീ ചിരിക്കുമ്പോൾ നിന്നോട് കൂടെ ചിരിക്കുവാൻ നൂറുകണക്കിന് ആളുകൾ കാണും, പക്ഷെ നീ കരയുമ്പോൾ നിന്നോടൊത്ത് കരയുവാൻ ആരും കാണുകയില്ല. എന്നാൽ യേശു, കണ്ണുനീർ വാർത്ത യേശു എന്റെയും നിന്റെയും അടുക്കിലേക്ക് വരുന്നവനാണ്. അവൻ നമ്മെ സ്പർശിക്കുന്നവനാണ്. അവന്റെ അടുക്കിലേക്ക് ചെന്ന് അവനെ ചുംബിക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെയില്ലാത്ത ഒരു പുതിയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ജീവിതത്തിൽ ഒരു നവോന്മേഷത്തിന് വേണ്ടി, ഒരു പുതിയ ആനന്ദത്തിന് വേണ്ടി, ക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടുന്ന ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിന്റെ അടുക്കിലേക്ക് വരിക, വിശ്വാസത്താൽ നിങ്ങൾ അവനെ തൊടുക. ജീവിതത്തിൽ പുതിയൊരു ആനന്ദമാണ്, പുതിയൊരു രക്ഷയാണ്. ഇതുവരെ ബാധിച്ച എല്ലാ ആധിപത്യ ശക്തികളുടെ മേൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു നൽകുന്ന രക്ഷ അനുഭവിക്കുവാൻ കഴിയും. പ്രിയരെ, വളരെ ഹൃദയംഗമായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന് അവനെ സ്പർശിക്കുവാൻ, അഥവാ യേശുവിനെ ചുംബിക്കുവാൻ. പുത്രനെ ചുംബിക്കുക എന്നതിന്റെ 5ാമത്തെ അർത്ഥം സ്നേഹബന്ധത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. യേശുക്രിസ്തു നൽകുന്ന ആ സ്നേഹത്തിന് കീഴ്പ്പെടുക, ക്രിസ്തുവുമായി ഒരു പുതിയ ബന്ധത്തിന് തയ്യാറാകുക. ഇതിനു മുമ്പ് മറ്റു പല ബന്ധങ്ങളുണ്ടായിരുന്നു. പാപവുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു, പിശാചുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു, പിശാചിന്റെ പ്രേരണകളുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് മനസ്സിന് രൂപാന്തരമുണ്ടായി യേശുക്രിസ്തുവിന്റെ കീഴിൽ വന്നിരിക്കുകയാണ്, അവന്റെ സ്നേഹത്തിന് കീഴിൽ വന്നിരിക്കുകയാണ്. പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത യേശുക്രിസ്തുമായ ഊഷ്മളമായ ബന്ധത്തിന്റെ ഒരു ജീവിതമാണ്. നിരാശ നിറഞ്ഞ, വേദന നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ, കണ്ണുനീര് നിറഞ്ഞ നമ്മുടെ ജീവിതയാത്രയിൽ സ്നേഹം കൊണ്ട് നമ്മെ പൊതിയുന്ന യേശുക്രിസ്തുവുമായിട്ടുള്ള ഊഷ്മളമായ അഭേദ്യമായ ഒരു ബന്ധം. പ്രിയരെ, എത്ര മനോഹരമാണ് ക്രിസ്തീയ ജീവിതം. വേദനകൾ ഇല്ലാഞ്ഞിട്ടല്ല, കഷ്ടത ഇല്ലാഞ്ഞിട്ടല്ല, വൈഷമ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, 100 നൊമ്പരങ്ങൾ ഉണ്ടെങ്കിലും ഇതിന് മധ്യേ യേശുക്രിസ്തു നൽകുന്ന ആ സ്നേഹത്തിന്റെ ബന്ധത്തിന് കരം കൊടുക്കുവാൻ നമുക്ക് കഴിയും. അതെ, വഴിയാത്രയിൽ നശിച്ചു പോകാതിരിക്കാൻ യേശുക്രിസ്തുവിനെ ചുംബിക്കുക എന്നതിന് അർത്ഥം യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് കീഴിൽ വരിക എന്നുള്ളതാണ്. നമ്മെ സ്നേഹിക്കുവാൻ യേശു സകലവും നമുക്ക് വേണ്ടി നൽകി. ഒരു സ്നേഹിതനോട് നമുക്ക് കാണിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹം, ആ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പലർക്കും അത് കഴിയുകയില്ല. എന്നാൽ യേശു നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകി. യേശുക്രിസ്തുവിന്റെ അവസാനത്തെ തുള്ളി രക്തവും നമ്മുടെ പാപത്തിന്റെ മോചനത്തിനു വേണ്ടി നൽകി. യേശുവിന്റെ കരങ്ങൾ സ്നേഹത്തിന്റെ കരങ്ങളാണ്. ശിശുക്കളെ അവൻ അരികെ വിളിച്ച് അവരെ സ്പർശിച്ച് അവരെ അനുഗ്രഹിച്ചു. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്ന് യേശു അരുളി ചെയ്തു. എല്ലാവരും ഉപേക്ഷിച്ചവരുടെ അടുക്കിലേക്ക് യേശു ചെന്നു. പ്രിയരെ, സ്നേഹം കൊണ്ട് നമ്മെ പൊതിയുന്ന ക്രിസ്തുനാഥനുമായിട്ടുള്ള ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. യേശുവിന്റെ ആ സ്നേഹത്തിന്റെ കുടക്കീഴിലേക്ക് വരുവാൻ, ആ ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹരത്വം അനുഭവിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതെ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച്
നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ഒന്ന്, പുത്രനെ ചുംബിക്കുക എന്നതിന് അർത്ഥം യേശുക്രിസ്തുവിന് മുൻപിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. രണ്ട്, പുത്രനെ ചുംബിക്കുക എന്നതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിൽ വരിക എന്നുള്ളതാണ്. മൂന്ന്, പുത്രനെ ചുംബിക്കുക എന്നതിന് അർത്ഥം ആയുധം ധരിക്കുക, ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതാണ്. നാല്, യേശുക്രിസ്തുവിനെ ചുംബിക്കുക എന്നതിന് അർത്ഥം യേശുക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടുക അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്പർശിക്കുക എന്നതാണ്. അഞ്ച്, പുത്രനെ ചുംബിക്കുക എന്നതിന് അർത്ഥം യേശുക്രിസ്തുമായുള്ള സ്നേഹബന്ധത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. പ്രിയരെ, വഴിയാത്രയിൽ നമുക്ക് രക്ഷപ്പെടാം ഒരു ചുംബനം കൊണ്ട്. മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം യേശുക്രിസ്തുവിനെ ചുംബിക്കുന്നതിലൂടെ. പാപത്തിന്റെ, നിരാശയുടെ, നൂറ് നൊമ്പരങ്ങളുടെ ഈ വഴിയാത്രയിൽ ആത്യന്തികമായി നമുക്ക് രക്ഷപ്പെടാം യേശുക്രിസ്തുവിനെ ചുംബിക്കുന്നതിലൂടെ. നമുക്കെല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം യേശുക്രിസ്തു കാൽവറിയിൽ ഉയർത്തപ്പെട്ടു. ആ കാൽവറി ക്രൂശിൽ നിന്ന് ഒഴുകി വരുന്നത് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ രക്തത്തുള്ളികളാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ രക്തത്തിന്റെ പുതിയ നിയമം. തന്റെ ശരീരം, തന്റെ രക്തം നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നൽകിയ ആ യേശുക്രിസ്തുവിനെ ചുംബിക്കുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും രക്ഷ നേടുവാൻ കഴിയും. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടോ ക്രിസ്തുവിനെ ചുംബിച്ച് രക്ഷ നേടുവാൻ, അപകടങ്ങൾ നിറഞ്ഞ ഈ വഴിയിൽ രക്ഷ നേടുവാൻ? നാം വായിക്കുന്നു, ദൈവത്തിന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, എന്നാൽ അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ക്രിസ്തുവിനെ ചുംബിക്കുവാൻ കഴിഞ്ഞാൽ വചനം പറയുന്നു അത് ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഒരു അനുഭവമാണ്. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും പ്രത്യേകതയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? യേശുവിനെ ചുംബിക്കുന്ന, യേശുവിനെ അനുഭവിക്കുന്ന, യേശുവിനെ സ്പർശിക്കുന്ന, യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴ്പ്പെടുന്ന ഒരു മനോഹരമായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? യേശുവിന്റെ സ്നേഹത്തിന്റെ കുടക്കീഴിൽ വരുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക. നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ അടുക്കലുണ്ട്. യേശുനാഥ, എന്റെ ജീവിതയാത്രയിൽ രക്ഷ നേടുവാൻ ഞാൻ നിന്നെ ചുംബിക്കുന്നു എന്ന് പറയുവാൻ, എന്റെ ജീവിതം നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ നിമിഷം സ്വപ്നം സന്തോഷിക്കുന്ന, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദമുള്ള ഒരു നിമിഷമാണ്. ഈ ജീവിതയാത്ര എവിടെ വരെയുണ്ട്, എപ്പോൾ വരെയുണ്ട് എന്ന് നമുക്കറിയത്തില്ല. അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. എന്നാൽ രക്ഷ നേടുവാൻ പുത്രനെ ചുംബിക്കുക. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രൂപാന്തരപ്പെട്ട ഒരു ജീവിത അനുഭവത്തിന് ഉടമസ്ഥരായി തീരുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എവിടെ ഇരിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഈ വഴിയാത്രയിൽ നശിച്ചു പോകാതിരിപ്പാൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ചുംബിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, യേശുനാഥന്റെ സ്നേഹത്തിന്റെ കീഴിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് മുൻപിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. നാഥ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. നവീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക്, ക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് അവർ വരുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ. ദൈവമേ, അവരുടെ ജീവിതത്തിൽ അവിടുന്ന് രൂപാന്തരം കൊടുക്കുമാറാകണമേ. പരിശുദ്ധാത്മാവ് അവരിൽ നന്മ ചെയ്യുമാറാകണമേ. അങ്ങ് നൽകുന്ന നിയോഗത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവം അവരുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. God bless you. Thank you so much. പാസ്റ്റർ വി.പി. ഫിലിപ്പ് എഴുതിയ പുസ്തകങ്ങൾക്ക് സന്ദർശിക്കുക
Media Mission, Pastoral Resource Center, Kumbanar. Contact number 944-634-6360.